വെൽക്കം ടു നെക്സ്റ്റ് ലെക്ചർ മോണോട്ടോണിക് ഫങ്ഷൻസ്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സെക്ഷനാണ് മോണോട്ടോണിക് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഒത്തിരി കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗമാണ്. നമുക്കറിയാം മോണോട്ടോണിക് ഫങ്ഷൻ എന്ന് വെച്ചാൽ മോണോ മീൻസ് വൺ, ടോണിക് ഫങ്ഷൻ സിംഗിൾ ടോണുള്ള ഫങ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എസ് വിൽ ബി ലെസ് ദാൻ എഫ് ഓഫ് വൈ. ഇത് മുകളിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോയി കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ വൈനേക്കാളും വലിയ പോയിൻറ്റ്, വൈ എന്നുള്ള പോയിൻറ്റിനേക്കാളും വലിയ പോയിൻ്റാണ് എക്സ് എങ്കിൽ എഫ് ഓഫ് വൈനേക്കാളും ചെറുതാണ് എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സ്ട്രിക്ട്ലി ഡിക്രീസ് എന്ന് വിളിക്കും. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു ഇൻ്റർവൽ എ ബി കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് എക്സ് എടുക്കുന്നു, എക്സിൻ്റെ റൈറ്റിൽ വൈ എടുക്കുന്നു. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെ പോകും? എക്സിൻ്റെ വാല്യൂ ഇവിടെയാണെങ്കിൽ വൈയുടെ വാല്യൂ മുകളിലേക്ക് പോകണം. എങ്ങനെ ആയില്ല കേട്ടോ, അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും പോകാം. ബട്ട് എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്നതോറും ഫംഗ്ഷൻ തേക്കണം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പാടുള്ളൂ. ഇനി ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരിക? ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നേരെ തിരിയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിങ്ങനെ താഴേക്ക് വരും. അപ്പോൾ എക്സിൽ എഫ് ഓഫ് എക്സ് ഇവിടെയാണ്, എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴെയാവും. അപ്പോൾ വൈ എക്സിനേക്കാൾ വലുതാണെങ്കിലും എഫ് ഓഫ് വൈ എഫ് ഓഫ് എക്സിന് താഴെ നിൽക്കും. ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ. നേരത്തെ വരച്ചത് ഇൻക്രീസിങ് ഫംഗ്ഷന് എക്സാമ്പിൾ. ഓക്കെ, സോ നമുക്കറിയാം ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അറിയാം. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ ഇൻട്രൊഡക്ഷൻ അധികം വായിക്കുന്നില്ല. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഇൻക്രീസിങ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞത് ഡിക്രീസിങ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. വേറെ ഒരു 2-3 എക്സാമ്പിൾസ് കൂടെ ഒന്ന് സ്വയം ആലോചിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിനും സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻസിനും. ഓക്കെ, നൗ തിയറം 4.29. ലെറ്റ് എഫ് ബി മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓൺ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. സോ എയിലും ബിയിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എൻ പോയിൻറ്റിലുള്ള നമ്മുടെ പ്രശ്നം ഒഴിവാക്കാനാണ് ഓപ്പൺ ഇൻ്റർവെൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ്. അപ്പോൾ അറ്റ് എവറി പോയിൻറ്റ് എക്സ് ഓഫ് എ ബി, ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ അകത്ത് ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും ആ പോയിൻറ്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. മോർ പ്രിസൈസ്ലി എങ്ങനെയാണ് ലെഫ്റ്റ് ലിമിറ്റ് വരണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെയാണ് വരിക? ഇത് എ, ഇത് ബി, ഇടയ്ക്കൊരു പോയിൻ്റ് എക്സ് എടുക്കുക വിചാരിക്കും. ഉറപ്പായിട്ടും ഫംഗ്ഷൻ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക? റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് ടി വേരീസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ്, എയിൽ നിന്ന് എക്സ് വരെ ഫംഗ്ഷൻ പോകുമ്പോൾ ഇങ്ങനെ പോകണം അല്ലേ? ഫംഗ്ഷൻ എന്തായാലും ഇങ്ങനെ പോകണം. ഒരു വാല്യൂ എടുത്ത് താഴേക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പായിട്ട് എന്തുണ്ടാവും? മുകളിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇതിനെ ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? എഫ് ഓഫ് എ മുതൽ എക്സ് വരെ ടി വേരി ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി എവിടേക്കാണോ പോണത് വലുതായി പോയിക്കൊണ്ടിരിക്കണേ. ആ ഒരു അർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ലിമിറ്റിന്. സുപ്രീമം ഓഫ് എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് എഫ് ഓഫ് ടി എസ് ടി വേരീസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ് എഫ് ഓഫ് ടി ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വിളിക്കും? ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് ദ പോയിൻറ്റ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് വിളിക്കും. സിമിലർലി എന്തായിരിക്കും റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് ടി വേരീസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ബി, എക്സിനും ബിക്കും ഇടയ്ക്ക് വേരി ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നുണ്ടാവുക? എക്സിൽ നിന്ന് ബി വരെ പോകുമ്പോൾ ഇങ്ങനെയാണ് പോവുക. പക്ഷേ നമുക്ക് വേണ്ട റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫിമം വരണം. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് പ്ലസിനെ അവർ ഇൻഫിമം എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് റൈറ്റ് ലിമിറ്റായി. ഇനി ഈ ഇടയിൽ ഈ പോയിൻറ്റിൻ്റെ വാല്യൂ, ആ പോയിൻ്റ് വാല്യൂ ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കാം, അല്ല ഇനിയിപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കുറച്ച് മോഡലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ലിമിറ്റ് എന്താവും? ഇവിടെ നിന്ന് കൊണ്ടുവരും. അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താവില്ല, മോണോട്ടോണിക്കലി ഇൻക്രീസ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ ബ്രേക്ക് ആവും. അപ്പോൾ ഈ പോയിന്റ് തന്നെയാണെങ്കിൽ ഇങ്ങനെ തന്നെ വരാം. അല്ല ഈ പോയിന്റ് എല്ലാം മുകളിലേക്ക് കയറിയാൽ പിന്നെ റൈറ്റ് ലിമിറ്റ് ഇവിടെ നിന്ന് വരത്തില്ല. ഇങ്ങനെ വന്നാൽ എന്താവും? നമ്മുടെ മോണോട്ടോണിസിറ്റി ബ്രേക്ക് ആവില്ലേ? അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുള്ളൂ. ഓക്കെ, സോ ഫർദർ മോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ്. അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് 2 പോയിൻറ്റ് എക്സ് ഉണ്ട്, വൈ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള പോയിൻറ്റിൽ റൈറ്റ് ലിമിറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് ലിമിറ്റാണ് എഫ് ഓഫ് എക്സ് പ്ലസ്. ഓക്കെ, ആ വാല്യൂ എഫ് ഓഫ് വൈ മൈനസ് വൈ എന്നുള്ള പോയിൻറ്റിൽ ലെഫ്റ്റ് ലിമിറ്റിനേക്കാളും ചെറുതായിരിക്കും എന്ന് പറയണം. ഓക്കെ, എക്സ് എന്നുള്ള പോയിൻറ്റിൽ റൈറ്റ് ലിമിറ്റ് വൈ എന്നുള്ള പോയിൻറ്റിൽ ലെഫ്റ്റ് ലിമിറ്റിനേക്കാളും ചെറുതായിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യണം.
So since f is proof നോക്കുള്ളൂ, since f is monotonically increasing in open interval ab, a less than t less than x implies f of t less than or equal to f of x. മോണോട്ടോണിക്കലി ഇൻഗ്രിസ്റ്റിക്കലി എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ്, എക്സ് നിന്ന് എക്സിൻ്റെ ലെഫ്റ്റിൽ നിന്നാണ് ടി എയിൽ നിന്ന് പോകുന്നത്, നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു പോകുന്നത് കേട്ടോ. അതുകൊണ്ട് എഫ് ഓഫ് ടി വിൽ ബി ലെസ് ദാൻ കൊണ്ട് എഫ് ഓഫ് എക്സ് ആണ് ഫോർ എവറി ടി കമ്മിങ് ഫ്രം ഓപ്പൺ ഇൻ്റർവൽ എ എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് എൻ അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് എഫ് ഓഫ് ടി as t belong to x അല്ലേ. ഇത് സംതിങ് റൈറ്റ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ ഇവിടെ എ ഇവിടെ ബി ഇടയിലൊരു പോയിൻറ്റ് എക്സ് എടുക്കുക, എയിൽ നിന്ന് എക്സിലേക്ക് ഫംഗ്ഷൻ വേരി ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് ടി, ടി ആണ് എക്കും എക്സിനും ഇടയിൽ വേരി ചെയ്യണമെങ്കിൽ എഫ് ഓഫ് ടി ഇങ്ങനെ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ശരിക്കും. എവിടേക്കാണ് പോകണം? എഫ് ഓഫ് ടി ഇങ്ങനെ മുകളിലേക്ക് പോകുള്ളൂ, കാരണം ഫംഗ്ഷൻ മോണോട്ടോണിക് ഇൻക്രീസിങ് ആണ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതിൻ്റെ സുപ്രീമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ ഉറപ്പായിട്ട് എന്തായിരിക്കും? എഫ് ഓപ്പൺ ഇൻ്റർവലാണ് എ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ ഒന്നുകിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടുന്ന പോലെ, അല്ലെങ്കിൽ ആ പോയിന്റിൽ വാല്യൂ മുകളിൽ കയറി നിൽക്കാം, താഴേക്ക് ഒരിക്കലും വരില്ല. അപ്പോൾ എന്ത് കാരണം വെച്ചാൽ എഫ് ഓഫ് എക്സ് ഉറപ്പായിട്ടും നമ്മുടെ ഈ സെറ്റിൻ്റെ കളക്ഷൻ എഫ് ഓഫ് ടിയുടെ എന്തായിരിക്കും? ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ എഫ് ഓഫ് എക്സ് ഇസ് എൻ അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് എഫ് ഓഫ് ടി സച്ച് ടി ബിലോങ് ടു ഓപ്പൺ ഡബിൾ എക്സ്. അപ്പോൾ സെറ്റ് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു സെറ്റിൻ്റെ മുകളിൽ ബൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? അതിന് സുപ്രീം എക്സിസ്റ്റ് ചെയ്യും. ദസ് സെറ്റ് ഇസ് ബൗണ്ട് അബവ് ഹെൻ സുപ്രീമം എക്സിസ്റ്റ്. സോ ആ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ ആ സുപ്രീമത്തിനെ ക്യാപിറ്റൽ എ എന്ന് വിളിക്കുകയാണ്. സോ സുപ്രീമം എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് ആൻഡ് ലെറ്റ് എ ഈസ് ഈക്വൽ ടു ദാറ്റ് സുപ്രീമം. ആൻഡ് ദാറ്റ് സുപ്രീമം വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്കറിയാം, കാരണം എന്താ? റൈറ്റ് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനം ഒന്നുകിൽ ഈക്വൽ ആവും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് മുകളിൽ നിൽക്കുക അല്ലേ, കാരണം ഫംഗ്ഷൻ മോണോട്ടോണിക് ഇൻക്രീസിങ് ആയതുകൊണ്ട്. സോ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. Okay. Now, since A is the least upper bound, സുപ്രീമത്തിൽ വരുന്ന ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ഓക്കെ, എ നമ്മുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് ഫോർ എനി എപ്സിലോൺ പോസിറ്റീവ് എ മൈനസ് എപ്സിലോൺ ഇസ് നോട്ട് എൻ അപ്പർ ബൗണ്ട്. ശരിയല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ വൈ ആക്സിസിൽ ഇങ്ങനെ വരയ്ക്കുന്നു, എക്സ് ആക്സിസ് വരയ്ക്കുന്നു, ഇതിന് നമ്മൾ എ എന്ന് വിളിക്കുന്നു, എക്സ് എന്ന് വിളിക്കുന്നു. എ മുതൽ എക്സ് വരെ പോകാൻ നേരത്ത് ഇതിങ്ങനെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വിചാരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയാണ് നമ്മുടെ എ വരുന്നത്. എ എന്ന് പറഞ്ഞാൽ ഈ ടി എക്കും എക്സിനും ഇടയിൽ വേരി ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. അപ്പോൾ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ്. അപ്പോൾ എ മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ താഴത്തേക്ക് ഇറങ്ങി. എ ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ എ മൈനസ് എപ്സിലോൺ എന്തല്ല? അപ്പർ ബൗണ്ട് അല്ല. അതിനർത്ഥം എന്താ? ഇൻ ബിറ്റ്വീൻ എ ആൻഡ് എക്സ് അല്ലേ? ഓക്കെ, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് എക്സ് നമുക്കൊരു പോയിൻ്റ് ഉണ്ടാവും, സംവെയർ ഹിയർ. ആ പോയിൻ്റ് ഉറപ്പായിട്ട് എക്സിനേക്കാളും മുൻപായതുകൊണ്ട് ഐ കോൾ ദിസ് പോയിൻ്റ് ആസ് എക്സ് മൈനസ് ഡെൽറ്റ ഫോർ സം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. സോ ദർ എക്സിസ്റ്റ് എ പോയിൻറ്റ് എക്സ് മൈനസ് ഡെൽറ്റ. അപ്പോൾ എക്സ് മൈനസ് ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. സോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ സച്ച് ദാറ്റ് ഡെൽറ്റ കിട്ടിയാൽ എക്സിൽ നിന്ന് ഡെൽറ്റ കുറച്ച് എന്ത് കിട്ടും? എക്സ് മൈനസ് ഡെൽറ്റ കിട്ടിയല്ലോ. എക്സ് മൈനസ് ഡെൽറ്റ കിട്ടും. എങ്ങനെയാണ്? ഈ പോയിന്റിലെ വാല്യൂ ഇതിൻ്റെ ഇടയിൽ കിടക്കണം. ഒരു പോയിന്റിലെ വാല്യൂ എങ്കിലും എ മൈനസ് എപ്സിലോൺ മുകളിൽ കിടക്കണ്ടേ? അല്ലെങ്കിൽ എല്ലാ പോയിന്റിലെ വാല്യൂ എ മൈനസ് എപ്സിലോൺ താഴെ വന്ന് എ മൈനസ് എപ്സിലോൺ എന്തായി മാറും? ലീസ്റ്റ് അപ്പർ ബൗണ്ടോ? എ ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. എനേക്കാളും ചെറിയ ഒന്നും അവിടെ അപ്പർ ബൗണ്ട് ആവില്ല. എനേക്കാളും ചെറിയ എ മൈനസ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് എപ്സിലോണേക്കാളും വലുതായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വാല്യൂ അറ്റൈൻ ചെയ്യണം. ആ വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ഒരു പോയിന്റ് മിനിമം ഉണ്ടാവണം. ആ പോയിന്റ് എക്സ് മൈനസ് ഡെൽറ്റയാണ്. അത് എക്സിന് മുമ്പായത് നമ്മൾ എക്സ് മൈനസ് ഡെൽറ്റ എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that a less than x minus delta less than x and a minus epsilon less than f of x minus delta. ഇവിടെ a minus epsilon a ക്ക് ഇടയിൽ less than f of x minus delta less than a and a is less than a plus epsilon. Obviously epsilon positive number ആകുമ്പോൾ a will be less than a plus epsilon. നമ്മൾ ആ ഒരു കാര്യം നമ്മൾ so we are done with that. Now since f is monotonically increasing ആയതുകൊണ്ട് ഓക്കെ, എക്സ് മൈനസ് ഡെൽറ്റയ്ക്കും എക്സിനും ഇടയിൽ ടി വേരി ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റനേക്കാളും വലുതാവും ടി, ഒട്ടും താഴേക്ക് വരില്ല. സോ എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ദിസ് ഇസ് ഓൾസോ കൺവിൻസിങ്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും കൂടെ അപ്പോൾ എന്ത് കിട്ടി? എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ. ഇനി അവിടെ നിന്ന് എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ or equal to f of t. ഇതാ ഇവിടെ നിന്ന്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ എ
ആൻഡ് എ ഈസ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ. രണ്ടും കൂടെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. വിൽ ഗെറ്റ് ദിസ് റിസൾട്ട്. വിൽ ഗെറ്റ് എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഇക്വൽ ടു എഫ് ഓഫ് ടി ലെസ് ദാൻ എഫ് ഓഫ് എ ഇല്ല ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. വെൻ എക്സ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ്. ഇങ്ങനെ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും. സോ എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ടേം നമുക്ക് ഇനി ഉപകാരമില്ല. നമ്മളിപ്പോൾ എ മൈനസ് എപ്സിലോണും എഫ് ഓഫ് ടിയും എ പ്ലസ് എപ്സിലോൺ ഇതാണ് നമ്മുടെ ഇപ്പോൾ താരം. Therefore, a minus epsilon less than f of t less than a plus epsilon when x minus delta less than t less than x കിട്ടിയിട്ടുണ്ട്. That means mod of f of t minus a less than epsilon when x minus delta less than t less than x എന്ന് കിട്ടി. No. Now what does this mean? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ്? സാധാരണ ലിമിറ്റിൻ്റെ കൺസെപ്റ്റ് പോലെ ആലോചിച്ച് നോക്കിയേ അല്ലേ. നമ്മൾ വി ടേക്ക് എ പോയിൻറ്റ് ഫ്രം ദി ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് ടി അല്ലേ. delta neighborhood of t അല്ല delta neighborhood of x. We are taking a point from the delta neighborhood of x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? നമ്മുടെ ലിമിറ്റ് അല്ലേ ഇത്. ദാറ്റ് മീൻസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി. ഇതല്ലേ നമ്മുടെ ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്ത് നമ്മൾ അർത്ഥം മനസ്സിലാക്കണേ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തേക്കുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി. എന്താ കിട്ടിയേക്കണം നമുക്ക്? By the epsilon delta definition, this is equal to a. Now what is limit t tends to x f of t as t tending from left side of x? That is our f of x minus. അതാണ് നമ്മുടെ f of x minus. അത് ലെഫ്റ്റ് ലിമിറ്റ്. ഓക്കെ. therefore ലെഫ്റ്റ് ലിമിറ്റ് is equal to a എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. that is f of x minus x is t യും and f of x minus a ആണ്. and a is equal to what? supremum of a less than t less than x f of t ആണ്. എയ്ക്കും എക്സിനും ഇടയിൽ ടി വേരി ചെയ്യുമ്പോൾ എഫ് ഓഫ് ടികളുടെ സുപ്രീമമാണ് നമ്മുടെ ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ബിക്കോസ് എഫ് ഓഫ് എക്സ് എന്നുള്ള ആ പോയിന്റിലെ വാല്യൂ ഒന്നുകിൽ കറക്റ്റായിട്ട് എഫ് ഓഫ് എക്സ് എ തന്നെയാവും, അല്ലെങ്കിൽ എയുടെ മുകളിൽ പോകാം. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ദർഫോർ നമുക്ക് ഇതുവരെ കിട്ടി. ഇത് എഫ് ഓഫ് എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു എ ആൻഡ് എ ഈസ് ഈക്വൽ ടു സുപ്രീം ഓഫ് എ ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. സിമിലർലി ഇതേപോലെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വിൽ ഗെറ്റ് എഫ് ഓഫ് ഇത് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് കിട്ടിയേ അല്ലേ. നമ്മളിപ്പോൾ നോക്കിയത് എവിടെയാണ്? ഇൻ്റർവെല്ലിൽ എയും നമ്മുടെ എക്സും വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ടി വേരി ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇപ്പോഴത്തെ ബി വയ്ക്കുക, ഇവിടെ നിങ്ങൊരു ടി വേരി ചെയ്യിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് തന്നെ പോകുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ്റെ താഴേക്ക് നോക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മുടെ ഫംഗ്ഷൻ്റെ ലോവർ ബൗണ്ട് ആവും. അപ്പോൾ ഈ ഒരു സെറ്റിന് ഒരു ലോവർ ബൗണ്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെ ഇൻഫീമം ഉണ്ട്. ആ ഇൻഫീമത്തിനെ ഒരു ബീന്നോ എന്തെങ്കിലും പേര് വിളിക്കുക. ഓക്കെ. അങ്ങനെ അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു പോയി ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് കിട്ടിയ പോലെ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് പ്ലസ് കിട്ടും. ഇതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ആലോചിച്ചത് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. സെയിം മെത്തേഡ്. ഓക്കെ. ഈ സുപ്രീമൊക്കെ അവിടെ ഇൻഫീമം ആവുന്നത് മാത്രമേ ഉള്ളൂ. സോ സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു ഇൻഫീമം ഓഫ് എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി എഫ് ഓഫ് ടി. ആൻഡ് ദാറ്റ് ഇസ് ഈ സുപ്രീം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം അല്ല, നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ്. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സിനേക്കാളും എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കൂ. ഇത് എ, ഇത് ബി, ഇവിടെയാണ് എക്സ്. ഓക്കെ. ഇതാണ് എഫ് ഓഫ് എക്സ് വിചാരിക്കൂ. ഈ റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാം, കണ്ടിന്യൂസ് നമുക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. എന്തായാലും താഴേക്ക് വരില്ല, ഇങ്ങനെ ഒരിക്കലും വരില്ല. കാരണം എന്താ? ഫംഗ്ഷൻ മോണോട്ടോണിക്കലി എന്താണ്? ഇൻക്രീസിങ് ആണ് നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട്. ഉറപ്പായിട്ട് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് പ്ലസ് നമ്മുടെ റൈറ്റ് ലിമിറ്റ്, നമ്മുടെ റൈറ്റ് ലിമിറ്റായിട്ടുള്ള എഫ് ഓഫ് എക്സ് പ്ലസ് നമ്മുടെ എഫ് ഓഫ് എക്സിനേക്കാളും എന്തായാലും വലുതോ ഈക്വലോ. ഓക്കെ. ഒരിക്കലും എഫ് ഓഫ് എക്സിനെ താഴെ പോവില്ല, ഒന്നുകിൽ എഫ് ഓഫ് എക്സ് പ്ലസിന് ഈക്വലോ അല്ലെങ്കിൽ വലുതാവും. മീൻസ് എഫ് ഓഫ് എക്സിനേക്കാൾ ഈക്വലോ അല്ലെങ്കിൽ വലുതാവും. Okay. So similarly we can prove that f of x plus is equal to infimum of x less than t less than b f of t greater than or equal to f of x. Okay. So that is done. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം സംശയമില്ല. അത് നമ്മൾ നേരത്തെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോലെ, അതായത് ഈക്വൽ ടു സുപ്രീം വാല്യൂ എന്ന് പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് പ്ലസ് നമുക്ക് എന്ത് കിട്ടി? ഇൻഫീമം വാല്യൂ കിട്ടി. സോ രണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കിട്ടി. ഇത് നമുക്ക് കാണിക്കേണ്ടത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി, എക്കും ബിക്കും ഇടയ്ക്ക് ഒരു എക്സ് ലെസ് ദാൻ വൈ എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്നുള്ള പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് എനിക്കതിന് വലുതായിരിക്കും, വൈ എന്നുള്ള പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ്. ഇതിൽ കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. സോ എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് നോക്കൂ. എഫ് ഓഫ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു ഇൻഫീമം ഓഫ്
അല്ലേ എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള പോയിന്റിൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഇവിടെ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. എക്സിലിൻ്റെ റൈറ്റ് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി മുതൽ എക്സ് വരെ ടി വേരി ചെയ്യുന്നു. അവിടെയുള്ള ഫംഗ്ഷൻ്റെ ഇൻഫിമമാണ് റൈറ്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ്. ഉണ്ടോ? ഇൻഫിമം ഓഫ് എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബി എഫ് ഓഫ് ടി. ഇതാണ് ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിയിലേക്ക് പോകണ്ട, അതും വൈന്നെടുത്താലും ഒരേ എഫക്റ്റ് തന്നെയാണല്ലോ. കാരണം ലിമിറ്റിംഗ് അല്ലേ നമ്മൾ നോക്കണേ. ഈ ഭാഗത്താണല്ലോ നമുക്ക് കൂടുതൽ താല്പര്യം. വൈ മുതൽ ഈ എക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണല്ലോ ഉറപ്പായിട്ട് അതിൻ്റെ മെയിൻ എവിടേക്കാണ് പോണേന്ന് നോക്കാൻ വരിക. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഫിമം ഓഫ് എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ ബൈ എഫ് ഓഫ് ടി. സെയിം ആണ്. ഓക്കെ, എഫ് ഓഫ് വൈ മൈനസ് എന്താ വരിക? വൈ എന്നുള്ള പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് അത് സുപ്രീമം ഓഫ് എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബൈ എഫ് ഓഫ് ടി ആണ്. എ മുതൽ വൈ വരെ വേരി ചെയ്യും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ എ മുതൽ എക്സ് മുതൽ വൈ വരെയുള്ള ഭാഗം നോക്കിയാൽ നമുക്ക് സെയിം ലിമിറ്റ് കിട്ടണം. ബിക്കോസ് അത് എങ്ങടാണോ പോണേ ലിമിറ്റാണല്ലോ നോക്കണേ. അതാണല്ലോ നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈയിൽ സുപ്രീം ആയാലും സെയിം തന്നെയാണ്. നൗ വി കമ്പയർ ദീസ് ടു. ഒരേ ഇൻ്റർവെലാണ്. വി ആർ ഹാവിങ് ദി സെയിം ഇൻ്റർവെൽ. ഏതാ? എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ. ഇവിടെയും എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ. അപ്പോൾ എക്സ് മുതൽ വൈ, എക്സും വൈ എന്നുള്ള ഈ ഇൻ്റർവെലിൻ്റെ ഇടയിൽ എക്സ് വൈയുടെ ഇടയിൽ ടി വേരി ചെയ്യുമ്പോഴുള്ള എഫ് ഓഫ് ടിയുടെ സുപ്രീമും ഒരു വശത്ത് ഇൻഫിമും ഒരു വശത്ത്. ഏതായിരിക്കും വലുതാവുക? ഒബ്വിയസ്ലി സുപ്രീം ആയിരിക്കും വലുതാവുക. Okay, that is f of x plus is less than or equal to f of y, which is obvious. Since infimum of a set is less than or equal to supreme of that set. Okay. Okay, നമ്മളതും പ്രൂവ് ചെയ്തു. അനലോഗസ് റിസൾട്ട് എവിഡൻ്റ്ലി ഹോൾഡ് ഫോർ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇതിപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ പറഞ്ഞു, ഇതുപോലെ ഡിക്രീസിങ് ഫംഗ്ഷനും ഇതേപോലെ റിസൾട്ടൊക്കെ ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ തിരിഞ്ഞു വരുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയോ. അടുത്ത കൊറോളറി വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കൊറോളറി, മോണോട്ടോണിക് ഫംഗ്ഷൻസ് ഹാവ് നോ ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് ദി സെക്കൻഡ് കൈൻഡ്. അപ്പോൾ എന്താ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നിട്ടുണ്ടാവുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് നമ്മൾ എന്ത് വിളിക്കും? ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. ബാക്കി എല്ലാ തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ എന്ത് വിളിക്കും? ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. ഇത് മോണോട്ടോണിക് ഫംഗ്ഷൻ ആയത് കാരണം ആ ഇൻ്റർവെല്ലിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എന്തുണ്ട്? ആ പോയിന്റിലൊക്കെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുണ്ടാവാകുന്ന എല്ലാ ഡിസ്കണ്ടിന്യൂറ്റീസും എന്താണ്? എല്ലാം ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. വേറെ ഒരു തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിയും ഈ ഫംഗ്ഷന് റൈസ് ചെയ്യാൻ പോണില്ല. അതും തൊട്ട് മുകളിലത്തെ തീരം. അപ്പോൾ തൊട്ട് മുകളിലത്തെ തീരം പറഞ്ഞിട്ട് വേണം ഇത് പറയാൻ. ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് സെക്കൻഡ് കൈൻഡ് ഇല്ല പറഞ്ഞാൽ ആദ്യം കാണിക്കേണ്ടത് ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും എന്ന് കാണിക്കുക. അത് ചെയ്യുന്നത് കൊണ്ട് ഇനി അത് രണ്ടും ഈക്വൽ ആവുക അല്ലെങ്കിൽ ഈക്വൽ ആവാതിരിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആണ്, ഇനി ആ പോയിന്റിലെ വാല്യൂ മാറി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അവിടെ ഇഷ്യൂസ് വരാനുള്ളൂ. ഒരിക്കലും ഈക്വൽ ആവില്ല. മോണോട്ടോണിക് ഫംഗ്ഷനിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി പോവും. കാരണം ആലോചിച്ച് നോക്കൂ, ഫംഗ്ഷൻ മോണോട്ടോണിക്കാന്ന് പറഞ്ഞാലേ ഈ ഇൻ്റർവെല്ലിൽ ഇതാണ് എക്സ് വിചാരിച്ചോളൂ, ഫംഗ്ഷൻ ഇങ്ങോട്ട് പോയി. ഇതാണ് നമ്മുടെ എക്സ് എന്നുള്ള പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ്, ഈ വാല്യൂ അല്ലേ, ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ് വരുന്നുണ്ടാവുക. ഇനി ഇവിടേക്ക് തന്നെ റൈറ്റ് ലിമിറ്റും വന്നു വിചാരിക്കൂ. ഇനി ഈ പോയിന്റിലെ വാല്യൂവിന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്താ? അപ്പോൾ മോണോട്ടോണിസിറ്റി പോയി. കാരണം ഇവിടുത്തെ വാല്യൂവിനേക്കാളും വലുതാണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ ഇവിടെ കണ്ടോ, മുകളിൽ കയറി താഴെ, ഇപ്പം മോണോട്ടോണിസിറ്റി നഷ്ടപ്പെട്ടു. മനസ്സിലാവുക? അപ്പോൾ ഒരിക്കലും താഴേക്ക് മുകളിലേക്കും കയറാൻ പറ്റില്ല. മുകളിലേക്ക് കയറിയാൽ ഇവിടെയുള്ള പോയിന്റുകളുടെയൊക്കെ മോണോട്ടോണിസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ കറക്റ്റ് നടുക്കേ വരാൻ പറ്റുള്ളൂ. ഒരിക്കലും മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ത് വരില്ല? റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആവില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ വരാൻ പോകുന്ന ഡിസ്കണ്ടിന്യൂറ്റി. ആൻഡ് ഇറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫസ്റ്റ് കൈൻഡ്. ഓക്കെ, ഫൈൻ. സോ ആ പ്രൂഫ് എഴുതിയിട്ട് വേണം ഇത് എഴുതി അവസാനിപ്പിക്കാം. തിയറം 4.30. Let f be monotonic in open interval AB. Open interval AB monotonic ആണ് f എന്നുള്ള ഫംഗ്ഷൻ. Then the set of points of open interval AB at which f is discontinuous is at most countable. This is a very important theorem. ഒരു മോണോട്ടോണിക് ഫംഗ്ഷന്, ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത മോണോട്ടോണിക് ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്ര പോയിന്റിൽ വരെ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവും എന്നുള്ളതാണ് ചോദ്യം. മാക്സിമം കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. ഈ കൗണ്ടബിൾ എന്ന് പറഞ്ഞത് അത്ര വലിയ നമ്പർ ആണല്ലെന്നല്ല, പക്ഷെ നമുക്കത് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ.
ഓക്കെ, ഒരു കൗണ്ട് നിങ്ങൾ മെഷർ തിയറിയൊക്കെ പഠിക്കുമ്പോൾ അറിയാം, കൗണ്ടബിൾ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മെഷർ 0 ആയിട്ടുള്ള സെറ്റാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയാൻ പറ്റുന്നുണ്ട്, എന്നൊരു വലിയൊരു കാര്യമാണത്. അപ്പോൾ ഫംഗ്ഷൻ മോണോട്ടോണിക് ആണെങ്കിൽ, ഡിക്രീസിങ്ങോ ഇൻക്രീസിങ്ങോ ആയിക്കോട്ടെ, മോണോട്ടോണിക് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഫംഗ്ഷന് കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസേ പോസിബിൾ ഉള്ളൂ. ഒരു അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഒരിക്കലും സാധിക്കില്ല എന്നാണ് നമ്മളിനി തെളിയിക്കാൻ പോകുന്നത്. So assume that f is monotonically increasing without loss of generality. Assume that function is increasing എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ആയാലും ഇതുപോലെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. സെയിം പ്രൂഫ് ടെക്നിക്ക് ആയിരിക്കും. നമ്മൾ ഇൻക്രീസിംഗ് എന്ന് പറയുന്നു, അതേപോലെ തന്നെയാണ് ഡിക്രീസിങ്ങിൽ കാര്യങ്ങൾ വരുന്നുണ്ടാവുക. സോ assume that f is monotonically increasing. Now let E be the set of all points at which f is discontinuous. നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുക. ഏത് ഈ ഫംഗ്ഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഏതൊക്കെ പോയിന്റിലാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത്, കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത്, ആ പോയിന്റുകളുടെയൊക്കെ കളക്ഷൻ ഏതാണെന്ത്, ഏതൊക്കെ പോയിന്റിലാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്, ആ പോയിന്റുകളുടെ കളക്ഷനാണെന്ത്, സെറ്റ് ഇ. ഓക്കെ, ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് മൈനസും എഫ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ് ചെയ്യും. ബിക്കോസ് നമ്മൾ മുന്നത്തെ തീർത്തി പഠിച്ചു, എന്ത് മോണോട്ടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അറ്റ് എനി പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി, അറ്റ് എനി പോയിന്റ് എക്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി എഫ് ഓഫ് എക്സ് മൈനസ് ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ്. മാത്രമല്ല എഫ് ഓഫ് എക്സ് മൈനസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഫോർ എവരി എക്സ് കമ്മിങ് ഫ്രം എ ബി. ഓക്കെ, ഇനി ഇവിടെയാണ് ഈ തിയറം ഒരു വലിയ മാർക്കിന്, വലിയ എസ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എഗെയിൻ നേരത്തെ പറഞ്ഞ തിയറം നിങ്ങൾ എഴുതിയിട്ട് വേണം വരാൻ. കാരണം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ് എന്നുള്ളതിന് പ്രൂഫ് പറയണം കേട്ടോ. അടുത്തത് എഫ് ഓഫ് എക്സ് മൈനസ് വിൽ ബി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഫോർ എവരി എക്സ് കമ്മിങ് ഫ്രം ഇ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് ലിമിറ്റിനേക്കാളും വലുതായിരിക്കും റൈറ്റ് ലിമിറ്റ്. സെയിം ഒരിക്കലും വരത്തില്ല, കാരണം സെയിം വന്നാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി പോകേണ്ടി വരും. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് മൈനസ് വിൽ ബി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ്. സോ ബിറ്റ്വീൻ, അപ്പോൾ നോക്കി എഫ് ഓഫ് എക്സ് മൈനസ് രണ്ടും എക്സിസ്റ്റ് ചെയ്യും. സോ രണ്ട് നമ്പറാണ്. എഫ് ഓഫ് എക്സ് മൈനസ് വിൽ ഗെറ്റ് എ നമ്പർ, അതിനേക്കാൾ വലിയ നമ്പർ ആയിരിക്കും എഫ് ഓഫ് എക്സ് പ്ലസ്. സോ ബിറ്റ്വീൻ ടു റിയൽ നമ്പേഴ്സ്, സെയിം അല്ലാത്ത ബിറ്റ്വീൻ എനി ടു റിയൽ നമ്പേഴ്സ്, അതുകൊണ്ട് നമ്മൾ രണ്ട് റിയൽ നമ്പർ എന്ന് പറയണേ, ദർ ആർ ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറഞ്ഞ ആ ഒരു ലെഫ്റ്റ് ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന റൈറ്റ് ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇഷ്ടം പോലെ എന്തുണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റാഷണൽ നമ്പർ ചൂസ് ചെയ്യാം. ഏതാ, എക്സ് എന്നുള്ള പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടാവും, അതിനേക്കാളും വലിയ റൈറ്റ് ലിമിറ്റും ഉണ്ടാവും. ഈ രണ്ട് ലെഫ്റ്റ് ലിമിറ്റിൻ്റെ റൈറ്റ് ലിമിറ്റിൻ്റെ ഇടയിൽ നിന്ന് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇപ്പോൾ ഇതാണ് ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നു. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റിൻ്റെ വാല്യൂ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് മൈനസ്. ഇനി ഇവിടെ നിന്നാണ് അടുത്ത ഫംഗ്ഷൻ പോകണം. മോണോട്ടോണിക് ഫംഗ്ഷൻ ആണല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും മുകളിൽ നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് കണ്ടോ. എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ ഇത്, എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞ വാല്യൂ ഇത്, ഇതിൻ്റെ ഇടയിൽ ഇവിടെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് റാഷണൽ പോയിൻറ്റ്സ് ഉണ്ട്. യു ടേക്ക് സം റാഷണൽ നമ്പർ ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് മൈനസ് ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ്. ഓക്കെ, so there exists a rational number Rx such that f of x minus is less than Rx less than f of x plus. ഒരു റാഷണൽ നമ്പർ ചൂസ് ചെയ്തു. ഇനി ബൈ ദി അബവ് തിയറം 4.29 അനുസരിച്ച് എന്താണ്, ഫോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി, എയുടെയും ബിയുടെ ഇടയ്ക്കുന്ന എക്സ് ലെസ് ദാൻ വൈ എടുത്താൽ എക്സ് എന്നുള്ള പോയിന്റ് റൈറ്റ് ലിമിറ്റ് വൈ എന്നുള്ള പോയിന്റ് ലെഫ്റ്റ് ലിമിറ്റിനേക്കാളും ചെറുതായിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ. ദിസ് ഇസ് ഓൾസോ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പോവാണ്. രണ്ട് ഇനീക്വാളിറ്റി. എഫ് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ആർ എക്സ് ഇവിടെ നിന്ന് കിട്ടി അല്ലേ, ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് അത് കിട്ടി. എഫ് ഓഫ് എക്സ് പ്ലസിനേക്കാളും വലുതായിരിക്കും എഫ് ഓഫ് വൈ മൈനസ്, അത് ഇവിടെ നിന്ന് കിട്ടി. എഫ് ഓഫ് വൈ മൈനസിനേക്കാളും വൈ എന്നുള്ള പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റിയാണ് പറയാൻ പോണത്. എക്സും വൈയും ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ഇ എന്നുള്ള സെറ്റിലെ പോയിന്റ് ആണെന്ന് നമ്മൾ പറയണേ കണ്ടോ. ഒരു എക്സ് ആൻഡ് വൈ ആർ എലമെൻറ്റ്സ് ഓഫ് ഇ. എന്താണ് ഇ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ എക്സ് എന്നുള്ള പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസിനും എഫ് ഓഫ് എക്സ് പ്ലസിനിടയ്ക്ക് ആർ ഓഫ് എക്സ് കിട്ടും. വൈ എന്നുള്ള പോയിന്റിലും ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ എന്ത് കിട്ടും, എഫ് ഓഫ് വൈ മൈനസിനും എഫ് ഓഫ് വൈ പ്ലസിനിടയ്ക്കുന്ന ഒരു റാഷണൽ നമ്പർ കിട്ടും. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളിങ്ങനെ ഒരു ഇനീക്വാളിറ്റി ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം. ഓക്കെ ഫൈൻ. സോ നമ്മുടെ ഇനീക്വാളിറ്റി എന്താ പറയണത്, എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ആർ ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ എഫ് ഓഫ് ഐ മൈനസ് ലെസ് ദാൻ ആർ ഓഫ് വൈ ലെസ് ദാൻ എഫ് ഓഫ് ഐ പ്ലസ്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പോയിൻ്റ് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കിട്ടി? ഒരു റാഷണൽ നമ്പർ കിട്ടി. വേറൊരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടി? അടുത്ത റാഷണൽ നമ്പർ കിട്ടി. ഓക്കെ, ഈ റാഷണൽ നമ്പർ എങ്ങനെയാണ്? എക്സിനേക്കാളും വലുതാണ് വൈ എങ്കിൽ എക്സിൻ്റെ കറസ്പോണ്ടിങ് റാഷണൽ നമ്പറിനേക്കാളും വലുതാണ് വൈയുടെ കറസ്പോണ്ടിങ് റാഷണൽ നമ്പർ. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇത് ആർ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ആർ ഓഫ് വൈ, ആർ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ആർ ഓഫ് വൈ, ഇടയിൽ കുറേ ലെസ് ദാൻ ഉണ്ട്. ക്ലിയർ? വെൻ എക്സ് ഇസ് ലെസ് ദാൻ വൈ ഓർ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ രണ്ടിൻ്റെയും എക്സിനുള്ള പോയിൻ്റ് റാഷണൽ നമ്പറും വൈയുടെ കറസ്പോണ്ടിങ് റാഷണൽ നമ്പർ എന്താവില്ല? സെയിം ആവണില്ല. അല്ലെങ്കിൽ നമുക്ക് സെയിം ആവാത്ത ചൂസ് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? if we have a discontinuity, if we have a discontinuity at a point, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് എ റാഷണൽ നമ്പർ. നമുക്ക് വേറൊരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ അവിടെ നമുക്ക് വേറെ റാഷണൽ നമ്പർ കിട്ടി. ഇങ്ങനെ എത്ര പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ അവിടെയൊക്കെ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓരോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിക്കും കറസ്പോണ്ടിങ് എനിക്ക് റാഷണൽ നമ്പേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. That means we have established a 1-1 correspondence between set E, അത് E എന്താണ്, ഏതൊക്കെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത് ആ സെറ്റാണ് E, between the set E and a subset of rational numbers. എല്ലാ റാഷണൽ നമ്പറും ഇല്ല, റാഷണൽ നമ്പർ സബ്സെറ്റ് ഏതെങ്കിലും ഓരോന്ന് പറഞ്ഞാൽ എടുക്കുള്ളൂ, ഒരുപാട് എണ്ണത്തിൽ നിന്ന്. 1-1 correspondence between set E and a subset of rational numbers. അപ്പോൾ മാക്സിമം എത്ര ഡിസ്കണ്ടിന്യൂറ്റി വരാം? മാക്സിമം പോയ എത്ര റാഷണൽ നമ്പേഴ്സ് ഉണ്ടോ അത്രയും ഡിസ്കണ്ടിന്യൂറ്റി വരാം. അതിനൊക്കെ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകണമല്ലോ അല്ലേ? എന്തായാലും എത്ര ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ അത്രയും റാഷണൽ നമ്പേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇനി എത്ര റാഷണൽ നമ്പേഴ്സ് ഉണ്ട്? കൗണ്ടബിൾ റാഷണൽ നമ്പേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസേ നമ്മുടെ ഫംഗ്ഷൻ പോസിബിൾ ഉള്ളൂ. സോ ഇത് വായിക്കൂ. സോ ഫ്രം ഹിയർ we have established a 1-1 correspondence between set E and a subset of the set of rational numbers. This is a very crucial point. 1-1 correspondence between set E and a subset of set of rational numbers. Since the set of rational numbers is denumerable, it follows that E is finite or denumerable. Maximum denumerable ആവുള്ളപ്പോൾ ഒന്നെങ്കിൽ E can be finite or E can be denumerable. Okay, that's it. ഇനി അടുത്ത് ഒരു നെയ്ബർഹുഡ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് നെയ്ബർഹുഡ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഡെഫിനിഷൻ നോക്കാൻ വരട്ടെ. ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. നോക്കൂ, ഇവിടെയാണ് നമ്മൾ ഇതിനൊരു റിയൽ ലൈൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ വി കോൾ ദിസ് ആസ് പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് വി കോൾ ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി വിളിക്കും. ഇവർ പറയണത് ഫോർ സം നമ്പർ സി എടുക്കുകയാണെങ്കിൽ സി മുതൽ ഏതൊരു റിയൽ നമ്പർ എടുത്താലും സി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ ഭാഗം, ഓക്കെ, I'll do with another color. Yeah, you say that C മുതൽ ഇൻഫിനിറ്റി വരെ, സി മുതലുള്ള ഇങ്ങോട്ടുള്ള ഭാഗമാണ് എന്ത്? പ്ലസ് ഇൻഫിനിറ്റിയുടെ നെയ്ബർഹുഡ് എന്നും, ഒരു സി എടുത്താൽ സിന്ന് ലെഫ്റ്റിലേക്കുള്ള ഈ ഭാഗമാണ് മൈനസ് ഇൻഫിനിറ്റിയുടെ നെയ്ബർഹുഡ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്കത് കുറച്ച് സാധാരണ നമ്മളിങ്ങനെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നെയ്ബർഹുഡ് എങ്ങനെയാണ് നമ്മളിങ്ങനെയല്ലേ പറയണേ, ഇങ്ങനെയാണല്ലോ പറയണേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യം ഇത് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ കുറേ സംശയങ്ങളൊക്കെ വരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതേപോലത്തെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യൂ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ശരിക്കും ഇങ്ങനെയാണ് നമ്മുടെ നമ്പർ ലൈൻ പോകുന്നത്, സംശയമില്ലാത്ത കാര്യമാണ്. അവർക്ക് 0 ആണ്. ഇത് നമുക്ക് വളയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, രണ്ട് എൻഡുകളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം നമുക്ക് നമ്മൾ മുകളിലേക്ക് അങ്ങോട്ട് വളച്ച് വെക്കണം. അപ്പോൾ നമുക്ക് നോക്കിയേ, ഞാൻ മുകളിലേക്ക് വളച്ചത് എങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഇത് 0 കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഈ ഭാഗം എങ്ങോട്ടായിപ്പോൾ ഇങ്ങനെയായി, ഈ വശം എങ്ങനെയായി, ഈ വശം ഇങ്ങനെയായി. ഇത് നമ്മുടെ മൈനസ് ഇൻഫിനിറ്റി ഇങ്ങോട്ട് വരുന്നു, പ്ലസ് ഇൻഫിനിറ്റി ഇങ്ങോട്ട് വരുന്നു. രണ്ട് ഇൻഫിനിറ്റിയും കൂടെ ഒരുമിപ്പിച്ച ഒരു ഇൻഫിനിറ്റി കോമൺ ആയിട്ട് ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹമാണ് ഇദ്ദേഹം എന്ന് വിചാരിക്കും. കൈയും കാലൊക്കെ ഉള്ള മനുഷ്യനെ വിചാരിക്കും. ഒരു ഈശ്വരനെ പോലെ എല്ലാ അനന്തതയും എൻ്റെ അടുത്തേക്ക് പോന്നോട്ടെ എന്ന രീതിയിലുള്ള ആളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയ്ബർഹുഡ് എങ്ങനെയാണ്? സാധാരണഗതിയിൽ ഇങ്ങനെയല്ലേ സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ ആൾ പറയുകയാണെന്ത്, എൻ്റെ ഇടത് വശത്ത് അല്ലെങ്കിൽ ഓക്കെ ആളിപ്പോൾ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എൻ്റെ വലതുവശത്തുള്ള ആൾക്കാരൊക്കെ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി എന്ന് ആൾക്ക് വിളിക്കപ്പെടും. ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി. അപ്പോൾ ഇതേ മൈനസ് ഇൻഫിനിറ്റിയുടെ നെയ്ബർഹുഡായി. ഇടതുവശത്തുള്ള ആൾക്കാരൊക്കെ പ്ലസ് ഇൻഫിനിറ്റിയുടെ ഗ്രൂപ്പായിട്ട് ആൾ നിശ്ചയിച്ചു. അപ്പോൾ നമ്മളിതിനെ ലെഫ്റ്റിലേക്കുള്ള നെയ്ബർഹുഡെന്നും റൈറ്റിലെ നെയ്ബർഹുഡെന്നും പറഞ്ഞ പോലെ
ആൾ രണ്ടായി വിളിച്ചത് മാത്രം. ഇനി ഇതിനെ വേണ്ടി നിവർത്തിക്കോളോ. ഇതിന് നിവർത്തി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇതാ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ഇൻഫിനിറ്റിയുടെ നെയ്ബർഹുഡ് കിട്ടി, ഇവിടെ നിങ്ങൾക്ക് മൈനസ് ഇൻഫിനിറ്റിയുടെ നെയ്ബർഹുഡ് കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി നെയ്ബർഹുഡ് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി സി ആണ്. പ്ലസ് ഇൻഫിനിറ്റി നെയ്ബർഹുഡ് പറഞ്ഞാൽ സി കോമ പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ദ നെയ്ബർഹുഡ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് പ്ലസ് ഇൻഫിനിറ്റി. സാധാരണ പോലെ കാണണമെങ്കിൽ രണ്ടും വളയ്ക്കാൻ പോയിട്ടെന്ന് വിചാരിച്ച് മുകളിൽ കൊണ്ട് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മനസ്സിലാക്കാൻ അങ്ങനെ വരച്ച് വെക്കില്ലേ, ബിക്കോസ് റിയൽ നമ്പർ ഒരിക്കലും വട്ടത്തിലിരിക്കില്ല, റൗണ്ടിലിരിക്കില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. So C infinity is neighborhood of plus infinity for any real number C. Similarly, minus infinity C is a neighborhood of minus infinity for any real number C. ഇനി പ്രോബ്ലംസ് ആണ്. സോ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, കുറേ സോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാം പോയി നോക്കുക, എല്ലാം ഒന്ന് നിങ്ങൾ സൊല്യൂഷൻ മാനിലൊക്കെ നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയുക, നമുക്കത് ക്ലാസ്സിൽ, ഓപ്പൺ ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും സംശയം പറഞ്ഞാൽ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്ലാസ് സെഷൻസ് നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, സോ നാളെ മുതൽ നെക്സ്റ്റ് ലെക്ചർ മുതൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കും. ഓക്കെ, താങ്ക് യു.